ഇന്ത്യൻ മൂവി പ്ലാന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹാപ്പി വെഡ്ഡിംഗ് എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സംവിധായകൻ ഒമർ ലുലുവും കൂട്ടരും വീണ്ടും ഒന്നിച്ച മറ്റൊരു സിനിമയാണ് ചങ്ക്സ്. ഹാപ്പി വെഡ്ഡിംഗ് റിലീസിന്റെ സമയങ്ങളിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചില്ലെങ്കിലും മികച്ച അഭിപ്രായത്തെ തുടർന്ന് പിന്നീട് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയും ചെയ്തു. അങ്ങനെ ഒരു എന്റർടൈനറായിരിക്കും ചങ്ക്സ് എന്ന് പ്രതീക്ഷിച്ചാണ് ഈ സിനിമയ്ക്കും ആദ്യ ദിവസം തന്നെ ആദ്യ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു സിനിമ. ഒരുവിധം നല്ല കോമഡികളുണ്ടെങ്കിലും മിക്കവയും ഡബിൾ മീനിങ് ഉള്ള സെക്സ് കലർന്ന കോമഡികളാണ്. കൂടാതെ തീർത്തും ഗ്ലാമറസ് ആയിട്ടാണ് സിനിമയിൽ ഹണി റോസ് പ്രത്യക്ഷപ്പെടുന്നത്. ഫാമിലിയായി ഈ സിനിമ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തിടെ ഇറങ്ങിയ പൃഥ്വിരാജ് ചിത്രം ടിയാന് എ സർട്ടിഫിക്കറ്റും ഈ സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റും കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലായില്ല. ഈ സിനിമ ശരിക്കും എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സിനിമയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ട്രെയിലറിലും ടീസറിലുമൊക്കെ കാണുന്ന പോലെ ഒരു ക്യാമ്പസിലാണ് ചിത്രം തുടങ്ങുന്നത്. പ്രധാന വേഷങ്ങളിലെത്തുന്ന ബാലു വർഗീസും ഹണി റോസും ധർമ്മജനും വൈശാഖും ഗണപതിയുമെല്ലാം ഈ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. ഇവിടെയുണ്ടാകുന്ന ചില സംഭവങ്ങളും എല്ലാം ഒരു കോളേജ് വിദ്യാർത്ഥികൾക്ക് റിലേറ്റ് ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നവയാണ്. പക്ഷേ ആദ്യ പകുതിയിലെ കുറച്ച് സമയം കഴിയുമ്പോൾ സിനിമ സംവിധായകൻ്റെ കൈവിട്ടു പോകുന്നു. പിന്നീട് കാണിക്കുന്ന സീനുകളും പറയുന്ന ഡയലോഗുകളുമെല്ലാം ഫാമിലി പ്രേക്ഷകർക്ക് പറ്റിയതാണെന്ന് തോന്നുന്നില്ല. യങ്സ്റ്റേഴ്സിനെ ചിലപ്പോൾ ഈ കോമഡികൾ ചിരിപ്പിച്ചേക്കാം. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ പകുതിയില്ലാതാകുന്നു. രണ്ടാം പകുതിയിൽ വീണ്ടും ചില നല്ല കോമഡി സീനുകളുമായി സിനിമ മുന്നോട്ട് പോകുന്നെങ്കിലും ക്ലൈമാക്സിൽ കാണിക്കുന്ന ട്വിസ്റ്റും കാര്യങ്ങളുമൊന്നും പ്രേക്ഷകരിൽ വർക്കൗട്ട് ആകുന്നില്ല. സംവിധാനത്തിൻ്റെയും സ്ക്രിപ്റ്റിങ്ങിൻ്റെയും പറ്റി അധികമൊന്നും പറയാനില്ല. ഗോപി സുന്ദറിൻ്റെ സംഗീതവും പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ല. സിനിമാറ്റോഗ്രാഫിയും എടുത്തു പറയത്തക്ക വിധം ഒന്നുമില്ല. എഡിറ്റിങ്ങും സൗണ്ട് മിക്സിങ്ങും ഒരുവിധം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഡബിൾ മീനിങ് ഉണ്ടെങ്കിലേ കോമഡി കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ എന്ന് കരുതുന്നത് തെറ്റിദ്ധാരണയാണ്. നല്ല കോമഡികളും ആസ്വദിക്കാൻ മലയാളി പ്രേക്ഷകന് കഴിയും. ക്ലൈമാക്സിൽ ഒമർ ലുലു വന്ന് ക്യാഷിൻ്റെ കാര്യം പറയുന്നതും പടം ഹിറ്റാവട്ടെ എന്നൊക്കെ പറയുന്നതും സിനിമയുടെ ക്ലൈമാക്സിൽ ഉൾപ്പെടുമോ എന്നറിയില്ല. എന്തായാലും കൂട്ടുകാരുമൊത്തു പോയാൽ ഒരുപക്ഷെ ഈ സിനിമ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അല്ലാതെ മറ്റൊരു മേന്മയും ഈ സിനിമയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒമർ എന്ന സംവിധായകനിൽ നിന്നും ഇതിനേക്കാൾ മികച്ച ഒരു സിനിമ പ്രതീക്ഷിച്ചിരുന്നു. ഈ സിനിമയ്ക്ക് ഇന്ത്യൻ മൂവി പ്ലാൻ നൽകുന്ന റേറ്റിംഗ് 2.4 ഔട്ട് ഓഫ് 5. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.